ഹലോ നമസ്കാരം, ഞാൻ RJ അഞ്ജലി. ഞാനിപ്പോൾ നിൽക്കുന്നത് ആഴിമലയിലാണ്. ഇവിടുത്തെ ഒരു സ്റ്റാച്യു ശിവരൂപം സോഷ്യൽ മീഡിയയിൽ ആകെ നിറഞ്ഞു നിൽക്കുന്നു. 58 അടിയാണ് ഇതിൻ്റെ ഹൈറ്റ്. ഇതുണ്ടാക്കിയ വ്യക്തി വളരെ ചെറിയൊരു മനുഷ്യനാണ്. ദേവദത്തൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് നടത്താം ഒരു യാത്ര. പോകാം വീഡിയോയിലേക്ക്. ജീവൻ തുടിക്കുന്ന ഒരു ശില്പം, ഞരമ്പുകൾ പോലും ദൃഢം, അരോഗ ദൃഢഗാത്രനായ ശിവൻ. എത്ര പ്രശംസിച്ചാലും മതിയാകാത്തതാണ് ഈ ശില്പം. ദേവദത്തനാണ് ശില്പി. ഇതാണ് സോഷ്യൽ മീഡിയയിൽ ആകെ നിറഞ്ഞു നിന്ന ഗംഗാധരേശ്വര പ്രതിമ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗംഗാധരേശ്വര പ്രതിമ. 58 അടി ശിവരൂപത്തിന്റെ ശില്പിയുടെ ഹൈറ്റ് എത്രയാണ്? എന്റെ ഹൈറ്റ് 6 അടിയാണ്. പേര് ദേവദത്തനാണ്, ശില്പം ഉണ്ടാക്കാൻ ജനിച്ചതുപോലെ. എന്റെ വീട് ഇവിടെ ആഴിമലയാണ്. ഞാൻ പഠിച്ചതൊക്കെ ഫൈൻ ആർട്സ് കോളേജിലാണ്, ട്രിവാൻഡ്രം ഫൈൻ ആർട്സ് കോളേജിലാണ് പഠിച്ചത്. ശില്പകലയാണ് പഠിച്ചത്. ഞാനൊരു +2 കഴിഞ്ഞതിന് ശേഷം പടം വരയ്ക്കുമായിരുന്നു. വെക്കേഷൻ ടൈം കിട്ടിയ സമയത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരച്ച് പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് പിന്നെ പെട്ടെന്ന് എനിക്ക് ഈ വർക്ക് കിട്ടി. ഇവിടുത്തെ മേൽശാന്തിയാണ് എന്നെ ഈ വർക്ക് തന്നതും. ഇവിടെ ഒരു ശില്പം വേണമെന്ന് പറഞ്ഞു പുള്ളി. അതിനുശേഷം നമ്മൾ തന്നെ ഡ്രോയിങ് ചെയ്തതിന് ശേഷം ഇത് ഒരു 3D ആയിട്ട് ചെയ്യും. സിസ്റ്റത്തിലെ ഒഴിവാക്കും, വീണ്ടും ആഡ് ചെയ്യും. അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ ജനിച്ച് വളർന്നുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഏത് ഫിഗറിങ് ആയിരിക്കും ഇവിടെ കൊള്ളാം എന്നുള്ളതേ. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഈ പ്രതിമ ചെയ്യാൻ വേണ്ടി ഓഫർ വന്നതും. പക്ഷേ അന്നേ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു, ഇത് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ. നമ്മൾ ആ കോൺഫിഡൻറ്റിൽ നിന്ന് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി. ചിന്തിച്ചാൽ ചെയ്യാൻ പറ്റുമെന്നാണ്. ചിന്തിച്ച് കഴിഞ്ഞ് കംപ്ലീറ്റ്ലി നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്ത് കഴിഞ്ഞതുപോലെയാണ് ഫീലേ. പിന്നെ അതിൻ്റെ ടെക്നിക്കൽ ടേംസൊക്കെ നമ്മൾ നോക്കിയാൽ മതി. എങ്ങനെ ചെയ്യാം, പിന്നെ അതെങ്ങനെ ആ സൈറ്റിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, അതൊക്കെ നമ്മൾ ഓർക്കം ചെയ്താൽ ഓക്കെയാണ്. ആ ഒരു റിസ്ക് എടുക്കാൻ മനസ്സുണ്ടെങ്കിൽ സക്സസ് ആവാം എന്നുള്ളതേ ഉള്ളൂ. ഒബ്സർവ് ചെയ്ത് പഠിച്ചാൽ മാത്രം ചെയ്യാൻ പറ്റാവുന്ന കാര്യമേ ഉള്ളൂ. അങ്ങനെ ഒരു വിൽ പവർ ഉണ്ടാവും, ചെയ്യും, അത്രയും. വർക്ക് ചില സമയത്ത് നല്ല ഫ്ലോയിൽ പോകും. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് എത്ര സമയം പോകാൻ പറ്റുമോ അത്രയും സമയം പോകും. അത് ഉറക്കമൊന്നും ഒരു പ്രശ്നമല്ല നമുക്ക് ആ സമയത്തെ. എത്ര ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടായി കാണും? ഇഷ്ടംപോലെ രാത്രികൾ ഉറക്കമില്ലാതെ. ഇവിടെ നല്ല രസമല്ലേ, കടലിൻ്റെ സൈഡായതുകൊണ്ട് തന്നെ കടലിൻ്റെ സൗണ്ടും ആ കാറ്റും ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ വർക്ക് ചെയ്യാനൊക്കെ വേറൊരു മൂഡാണ്. ആൾക്കാർ വന്നിട്ട് ശില്പിയെ കാണാൻ വേണ്ടി നോക്കും. അപ്പോഴത്തേക്കും അയ്യോ ഇതേത് കൊച്ചു പയ്യനാണെന്ന് ചോദിക്കും. സാധാരണ ആൾക്കാർ ശില്പി എന്ന് കാണുമ്പോൾ വലിയ മുടിയൊക്കെ ഉള്ള, താടിയൊക്കെ ഉള്ള, ഒരു ജുബ്ബയൊക്കെ ഇട്ട പഴയ ഒരു സ്ട്രക്ചറാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് വരുമ്പോൾ അയ്യോ ഈ പയ്യനാ. അപ്പോഴത്തേക്കും ഞാൻ തന്നെ പലയിടത്തും പറയില്ല ശില്പി ആരെന്ന് ചോദിച്ചാലേ ഞാൻ തന്നെ പറയില്ല, ഞാനാണെന്ന് പറയാൻ നിൽക്കില്ല, ഇന്നൊരാളാണെന്ന് പറയും. അത്രേ ഉള്ളൂ. ശില്പം നിർമ്മിക്കുമ്പോൾ തന്നെ നമ്മൾ ചെറുതൊക്കെ നമ്മൾ ഒരു ഐ ലെവലിലൊക്കെ കണ്ട് ചെയ്യാൻ പറ്റും. അത് ഡിസ്റ്റോർട്ടഡ് ആവാത്ത ഒരു സൈസ് വരെ നമുക്ക് ഓക്കെയാണ്. പിന്നെ ബാക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ മെഷർമെൻ്റാണ്. ഈ സെറ്റ് ഔട്ട് ചെയ്യുന്ന സമയത്തെ ഇത് ചാരമായിരിക്കും, പല എയറിലായിരിക്കും. അപ്പോൾ നമുക്കത് സെറ്റ് ഔട്ട് ചെയ്യാന്നുള്ള ആ ഒരു ടെക്നിക്കൽ സാധനം നമ്മളെങ്ങനെ അതിന് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. നമ്മളതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു റിയൽ സാധനം എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഡിഫിക്കൽട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഒരു എൻജോയ് ചെയ്ത് ചെയ്യുക. പിന്നെ ഈ പ്രായത്തിലാകുമ്പം കുറച്ചുകൂടി നമുക്ക് രസമായിട്ടൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നണം. ചിലടത്ത് പ്രപ്പോഷൻ ഔട്ടാവുന്ന കണ്ടിട്ടുണ്ട്. മേളിൽ ഇരുന്ന് ചെയ്തിട്ട് താഴെ ഇറങ്ങുമ്പോൾ അത് വേറൊരു രൂപമാണെന്ന് തോന്നിയിട്ടുണ്ട്. എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് തല വലുതല്ലേ, കൈ മാറിയിരിക്കുന്നു, ഇത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പിന്നെ ഇങ്ങനെ അതായത് സ്കഫോൾഡിങ് ഇരിക്കുന്ന സമയത്തെ. അപ്പോഴത്തേക്കും എനിക്കതിൽ ഒരു ഇതൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് എന്നെ ഭയങ്കര വിശ്വാസമാണ് സത്യം പറയാം. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടേ ഇല്ല. പക്ഷെ പൊളിച്ചപ്പോഴും അങ്ങനെ ഒന്നും വന്നതുമില്ല. പിന്നെ ഞാൻ അവരെ വാക്ക് കേൾക്കാത്തതൊന്നുമല്ല. പക്ഷെ എനിക്ക് എൻ്റെ ഒരു വേയിൽ എനിക്ക് കോൺഫിഡൻ്റ് ആണ്. ഓവർ കോൺഫിഡൻ്റ് അല്ല അത്, എന്നാൽ അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരു തരത്തിലേ ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഡിലേ ആയി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഒരു 5 വർഷം 6 വർഷം ആവാൻ പോകണം. അതിനു മുന്നേക്ക് തീർക്കേണ്ടതാണ്. എന്നാൽ അതൊരു സാമ്പത്തിക പ്രശ്നം കൊണ്ടും ക്ലൈമറ്റിൻ്റെ പല വേരിയേഷൻസൊക്കെ, കടലിനടുത്താണ്, ചില സമയത്ത് ഭയങ്കര കാറ്റായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. പിന്നെ ഭയങ്കര എക്സ്പോഷനാണ് ഈ ലൈറ്റ്. അപ്പോൾ നമ്മൾ ഒരു സമയമൊക്കെ ആകുമ്പോൾ തലവേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട് ഒരു ടൈമിങ്ങിലൊക്കെ. നമസ്തേ, പേര് ജ്യോതിഷ്. ഈ ഭഗവാന്റെ ഒരു രൂപത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗാധരേശ്വര രൂപമാണ്. ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ജഡയെന്നും ഭൂമിയിലേക്ക് ഗംഗ അഴിച്ചുവിടുന്നൊരു ഭാവം. ഇതാണ് എൻ്റെ സാരം. ഏറ്റവും കൂടുതൽ സമൃദ്ധിയുടെ രീതി. ജലമില്ലാത്തൊരവസ്ഥയില്ല. ജീവൻ്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനം ജലമാണ്.
ആ ജലാവസ്ഥയിൽ തന്നെയാണ് ഭഗവാൻ ഗംഗയെ അഴിച്ച് ഭൂമിയിലേക്ക് ഇട്ടത്. സമൃദ്ധി എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഈ പ്രദേശമായിട്ട് ബന്ധപ്പെടുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന സാഗരം, സമുദ്രം, അതിൻ്റെ അടുത്ത് ഈ രൂപം എന്ന് പറയുന്നത് ഏറ്റവും അതിമനോഹരമായിരിക്കും. അത് അക്ഷരാർത്ഥത്തിൽ ദത്തനോട് പറയുമ്പോൾ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് മനസ്സിലാകാൻ സാധിക്കും. അങ്ങനെ ഓരോന്നും അങ്ങനെ തന്നെയാണ് ചെയ്തു പോയത്. ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതയ്ക്ക് ഗംഗാധരനല്ലാതെ മറ്റൊരു രൂപം ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുതന്നെയാണ് അതിൻ്റെ പ്രധാനമായ സത്യവും. അങ്ങനെ തുടങ്ങിയതാണ്. ഒരു വലിയ കൂട്ടായ്മയുടെ ഒരു വലിയ സംരംഭമാണ് ഇത്. ലോകം അറിയാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് ലോകത്തെ കാണിക്കാൻ ഞങ്ങൾ വളരെ കൂടുതൽ പണിപ്പെട്ടിട്ടുണ്ട്. അത് ലോകം അറിഞ്ഞ് അത് കാണാനായിട്ടുണ്ടാകുന്ന വലിയൊരു ആഗ്രഹമാണ്. ഇത് മാത്രമല്ല, ഇതിൻ്റെ താഴെ 1200 സ്ക്വയർ ഫീറ്റിൽ വളരെ പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു മെഡിറ്റേഷൻ ഹാൾ, ധ്യാനമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത്. ആ ധ്യാന മണ്ഡപത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. 6 മാസക്കാലം കഴിയുമ്പോൾ അത് തീരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ആ സമയത്ത് പൂർണ്ണമായ ഉദ്ഘാടനത്തോടു കൂടി ഇതെല്ലാവരെയും ലോകം മുഴുവൻ അറിയിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ സൈറ്റിൽ വരുമ്പം തന്നെ അറിയാം, മുന്നേ പ്രതിമ വരണതിന് മുന്നേ തന്നെ ഇവിടെ വരുമ്പം ഈ സ്ഥലം ഭയങ്കര ഒരു ആകർഷണമാണ്. അപ്പോഴത്തേക്കും നമ്മളെന്നും നമ്മുടെ സ്ഥലം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കും. പ്രതിമ വരികയാണെങ്കിൽ ഇവിടെ തന്നെ വരണം എന്ന് തോന്നും. നമ്മൾ ഒരിക്കൽ ചെയ്തിട്ട് അങ്ങ് പോവില്ല. നമ്മൾ അതിനെ വീണ്ടും ചെറുതായിട്ട് ഒന്ന് തിരുത്താൻ ശ്രമിക്കണം. വീണ്ടും ഒരാഴ്ചയാകും അതിനെ തിരുത്തിയാൽ അത് പെർഫെക്റ്റ് ആവും ആരായാലേ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ചാരം അഴിച്ചൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ല ഇതിലേ. കാരണം ഈ പ്രതിമ ഫ്രണ്ടലല്ല, ഫേസൊന്നും ഫ്രണ്ടലല്ല. പലരും എന്നോട് ചോദിക്കും ഈ തലയെന്തിങ്ങനെ തിരിഞ്ഞിരിക്കണമെന്ന് ചോദിക്കാം. അതെന്ന് പറഞ്ഞാൽ അതങ്ങനെയാണ്, ആ പോസിൻ്റെ പ്രത്യേകതയാണ്. തല ഇങ്ങനെ തിരിച്ചാണ് വെച്ചിരിക്കണം. അപ്പോൾ ചിലർ ഓടിച്ചൊന്ന് തലയുടെ ഫ്രണ്ട് കാണാൻ വേണ്ടി കിടന്ന് വെപ്രാളപ്പെടണം. പക്ഷേ ഫ്രണ്ട് അങ്ങനെയല്ല. അത് നമ്മുടെ ഒരു മലയാളികളെ എസ്തെറ്റിക് ബോധം, ഒരു ഫ്രണ്ട് ഫോട്ടോ കണ്ടാലേ ഇഷ്ടപ്പെടും ആളുകൾക്ക്. പക്ഷേ അത് ഇവിടെ നിന്ന് ഈ പ്രതിമയിൽ അത് ചെറിയ വ്യത്യാസമുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ തല കുറച്ച് തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. അതും ശിവനാണ് തല തിരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്കും ആൾക്കാർ അങ്ങനെ ഒരു ഒരു എന്നോട് ചോദിക്കും കേട്ടോ, പലപ്പോഴും തല എന്തെങ്കിലും തിരിഞ്ഞിരിക്കണമെന്നൊക്കെ ചോദിക്കും. പക്ഷെ അത് ആ രൂപം അങ്ങനെയാണ്. നമ്മൾ അതിനനുസരിച്ച് വേണ്ടി ചെയ്യാം പ്രതിമ. അല്ലാതെ ഇത് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നു, തല ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ കൂടെ പഠിച്ച കുറേ പേര് ഡോക്ടേഴ്സ് ആയിട്ടുണ്ട്, എൻജിനീയേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഏത് പ്രൊഫഷൻ ചൂസ് ചെയ്യണം എന്നുള്ളതേ നമുക്ക് അതിലോട്ട് പോവാം. ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അപ്പം എനിക്ക് വരയ്ക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഒരു സൈറ്റ് സ്പെസിഫിക് ആയിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്പേസിനെ എങ്ങനെ അറേഞ്ച് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, നല്ല രസമല്ലേ. പിന്നെ ലൈഫിൽ എന്തോന്നാണ് വേണ്ടത്? പിന്നെ നമ്മൾ എൻജോയ് ചെയ്ത് ഇരിക്കുക, എപ്പോഴും നല്ല രസമായിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത് ഒരു പ്രൊഫഷനെ. വേറൊരാൾ നമ്മളെ തലയിലെടുത്ത് വെച്ച് തരേണ്ട അല്ല. അത് നമ്മൾ ചൂസ് ചെയ്യുക, നമ്മളത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നീട് ഈ ഫൈൻ ആർട്സ് ബേസിലാണെങ്കിൽ എനിക്കൊരു കാര്യം പറയുന്നത്, നമ്മൾ ഈ കല ഫൈൻ ആർട്സ് കോളേജിൽ പോയതിന് ശേഷമാണ് എനിക്ക് ഈ കലയെക്കുറിച്ചുള്ളൊരു ബോധം വന്നത്. സത്യം പറയാം, അതുവരെ നമ്മൾ ഈ ക്രാഫ്റ്റാണ് ഉദ്ദേശിക്കുന്നത് എപ്പോഴും. അതായത് കലാകാരന്മാരെല്ലാം ഫൈൻ ആർട്സ് കോളേജിൽ പോയി പഠിച്ചിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ എങ്കിലും ആ ഒരു ബോധം വരും. ഒരു ക്രാഫ്റ്റിൽ നിന്ന് കല എങ്ങനെ മാറി നിൽക്കണം എന്നൊക്കെ ഉള്ള കാര്യത്തിൽ അത് ഭയങ്കര സഹായമായി. ആ ഒരു കോഴ്സേ നമുക്ക് ആ ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. പ്രതിമ ഒരുപാട് പേര് തൊഴുന്നുണ്ട്. അതിപ്പോ പ്രതിമ ചെയ്യണവരെ ശില്പിയും ശില്പമാണല്ലോ. പിന്നീട് ദൈവമായില്ലേ. ഇന്നിപ്പോ ഞാൻ വരെ തൊഴുതേ പറ്റൂ. ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഈ ഒരു വർക്ക് തരിക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. കാരണം ആരും അതിന് ഇത്രയും വലിയ റിസ്ക് എടുക്കില്ല. കാരണം എത്രയോ കോടികൾ ചിലവാക്കിയാണ് ഇത് ചെയ്യണത്. മേൽശാന്തിയാണ് ഇവിടെ ഒരു ശില്പം ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ തന്നെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എടുത്ത ആ ഒരു എഫേർട്ടാണ് എനിക്കിപ്പം ഈ ശില്പം ചെയ്യാൻ വേണ്ടി പറ്റിയത്. നമ്മുടെ ആഴിമല കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അടിമലത്തറ ആഴിമല ബീച്ച് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. നേരെ കിഴക്ക് ഭാഗത്തായി പാണ്ഡവ തീർത്ഥം നമുക്ക് ദർശിക്കുവാൻ കഴിയും. പഞ്ചപാണ്ഡവർ ഇത് വഴി വരികയും കടലിന്റെ കരയായതുകൊണ്ട് ഉപ്പുവെള്ളമാണ് അവർ എന്ന് ഉദ്ദേശിച്ചാണ് കാൽമുട്ട് കൊണ്ട് അവർ ചവിട്ടി വെള്ളം എടുത്തുവെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. പക്ഷേ അത് നല്ല ശുദ്ധമായ വെള്ളവും നല്ല ഔഷധ ഗുണമുള്ള വെള്ളവുമാണ്. ഇന്നിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് തീർത്ഥമെടുത്താണ് നമ്മുടെ അമ്പലത്തിൽ ആദ്യം അഭിഷേകം ചെയ്തുകൊണ്ടിരുന്നത്. വിനോദസഞ്ചാരപരമായിട്ട് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു പ്ലേസാണ്. ഒരു ഒട്ടനവധി റിസോർട്ടുകൾ ഇതിന് ചുറ്റിലുമുണ്ട്. വളരെ നല്ലൊരു ബീച്ചാണ്, വളരെ ലോങ് സ്ട്രെച്ച് ആയിട്ടുള്ള ബീച്ചാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഫിഷർമാൻ ആക്ടിവിറ്റീസ് കാണാൻ പറ്റും. അതായത് നമ്മൾ വലയിട്ട് മീൻ പിടിക്കുന്ന ആൾക്കാർ, കമ്പ വലയിട്ട് പിടിക്കുന്നവർ, ചൂണ്ടയിടുന്ന ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ ബോട്ടിൽ പോയി മീൻ പിടിക്കുന്ന ആൾക്കാർ, കട്ടമരത്തിൽ പോയിട്ട് ചിപ്പി പാറകളിൽ നിന്ന് ചെത്തിയെടുക്കുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ഒരു ഒട്ടനവധി ആക്ടിവിറ്റീസ് ഇവിടെ നിന്ന് കാണാം. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻസ്, ഇവിടെ അസ്തമയവും ഉദയവും നമുക്ക് ഒരുപോലെ കാണാൻ പറ്റുന്ന തരത്തിൽ ജോഗ്രഫിക്കലി അങ്ങനെയുള്ളൊരു പ്ലേസാണ് ആഴിമല എന്ന് പറയുന്നത്.
ഇങ്ങോട്ട് വരുന്ന വഴി വളരെ എളുപ്പമാണ്, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. വിഴിഞ്ഞം പൂവാർ റൂട്ടിലായിട്ട് വിഴിഞ്ഞം ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ പുളുങ്കുടി ജംഗ്ഷൻ കഴിഞ്ഞ് വലത്തേക്കും, പൂവാർ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ ചൊവ്വര ജംഗ്ഷൻ കഴിഞ്ഞ് ഇടത്തേക്കുമാണ്. നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഒരു 1 കിലോമീറ്ററിനുള്ളിൽ മാത്രമേ ഉള്ളൂ. മെയിൻ റോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ വളരെയധികം എളുപ്പമാണ്. തിരുവനന്തപുരത്തിന്റെ ചിത്രം എന്ന് പറയുമ്പോൾ എന്തെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് വരും? മ്യൂസിയം വരും, പത്മനാഭസ്വാമി ക്ഷേത്രം വരും, പാളയം പള്ളി വരും, ചാല മാർക്കറ്റ് വരും, സെക്രട്ടേറിയറ്റ് വരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും അല്ലേ? അക്കൂട്ടത്തിൽ ഇനി ഗംഗാധരേശ്വര പ്രതിമയും ഇടം പിടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മുടെ ഈവനിങ്ങുകൾ വളരെ മനോഹരമായി ശാന്തമായി സ്പെൻഡ് ചെയ്യാൻ നമ്മൾ കണ്ടെത്തിയിരുന്ന ഒരു സ്ഥലമായിരുന്നു ആഴിമല ബീച്ച്. ഇപ്പോൾ ആ ഒരു സ്ഥലത്തിന്റെ മാറ്റ് കൂടുതൽ കൂട്ടുകയാണ് ഗംഗാധരേശ്വര പ്രതിമ. തീർച്ചയായും വരണം, എന്റെ നാട്ടിലേക്ക് വരണം. സ്വാഗതം എല്ലാവർക്കും. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യണേ. താങ്ക് യു. ബൈ.